നമസ്കാരം. ദാദ്രി എന്ന സ്ഥലപ്പേര് കേൾക്കുമ്പോൾ ആദ്യമായി മനസ്സിലെത്തുന്ന ചിത്രം എന്താണ്? കരഞ്ഞു തളർന്ന് ബന്ധുവിൻ്റെ തോളിൽ തലചേർത്ത് വെച്ച് തേങ്ങുന്ന ഷായിസ്ത എന്ന യുവതിയുടെ മുഖം. യുപിയിലെ ഗൗതം ബുദ്ധ നഗർ ജില്ലയിലെ ദാദ്രി ബിസാദ ഗ്രാമത്തിൽ താമസിച്ചിരുന്ന അവരുടെ പിതാവ് മുഹമ്മദ് അഖിലാഖിനെ 2015 ബലിപെരുന്നാൾ വേളയിൽ ബീഫ് സൂക്ഷിച്ചുവെന്നാരോപിച്ച് വർഗീയ പ്രേരിതമായ ആൺകൂട്ടം വീട്ടിൽ നിന്ന് വലിച്ചിഴച്ചു കൊണ്ടുപോയി അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. അഖിലാഖിൻ്റെ മാതാവ് അസ്കരിയെയും അക്രമികളെ തടുക്കാൻ ചെന്ന മകൻ ഡാനിഷിനെയും അതിക്രൂരമായി മർദ്ദിച്ചു. 2014 അധികാരമേറിയ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഹിന്ദുത്വ ഫാഷിസ്റ്റുകൾ പശുവിന്റെ പേര് പറഞ്ഞ് അവരുടെ മുസ്ലിം ഉന്മൂലന കർമ്മ പദ്ധതിക്ക് തുടക്കമിട്ടതായിരുന്നു അത്. വിദ്വേഷ പ്രചാരകരായ സംഘപരിവാരും അവരുടെ സ്തുതിപാട്ടുകാരും ഒഴികെ രാജ്യത്ത് മറനീക്കിയ അസഹിഷ്ണുതയെക്കുറിച്ച്, സംഘപരിവാർ അജണ്ടയുടെ പൈശാചികതയെക്കുറിച്ച് പൗരാവകാശ പ്രവർത്തകരും മതനിരപേക്ഷ മാധ്യമങ്ങളും അപായസേറം മുഴക്കി. സാംസ്കാരിക ഇന്ത്യയുടെ ഉറച്ച ശബ്ദങ്ങളായ നയൻതാര സെഹ്ഗളും ഉദയ് പ്രകാശും അശോക് ബാജ്പേയിയും പ്രൊഫസർ സാറ ജോസഫുമെല്ലാം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ തിരികെ നൽകി. BJP മന്ത്രിമാരിൽ ചിലർ പോലും അതിക്രമത്തെ അപലപിക്കാൻ നിർബന്ധിതരായി. അറസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും പ്രതികൾ രാജ്യം ഭരിക്കുന്ന സർക്കാരിന്റെ സർവ്വവിധ പരിലാളനകളും ആസ്വദിച്ചു. ജയിലിൽ കഴിയവേ ചിക്കുൻകുനിയ പിടിച്ചു മരിച്ച കൊലക്കേസ് പ്രതിയുടെ മൃതദേഹം ദേശീയ പതാക ഉതപ്പിച്ച് കേന്ദ്രമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് പൊതുദർശനത്തിന് വെച്ചത്. വൈകാതെ പ്രതികളെല്ലാം മോചിതരായി. അവരിൽ മിക്കപേർക്കും BJP നേതാക്കൾ ഇടപെട്ട് സർക്കാർ ജോലി തരപ്പെടുത്തി നൽകി. യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായി വന്നതോടെ കേസ് അഖിലാഖിന്റെ കുടുംബത്തിനെതിരായി. 10 വർഷങ്ങൾക്കിപ്പുറം ഇപ്പോഴിതാ പ്രതികൾക്കെതിരെ ചുമത്തിയ കൊലപാതകമടക്കം എല്ലാ കുറ്റങ്ങളും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടത് കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുകയാണ് യുപിയിലെ ആദിത്യനാഥ് ഭരണകൂടം. രോഗബാധിതനായി ജയിലിൽ മരിച്ച പ്രതിയുടെ മൃതദേഹം വെച്ച് വിലപേശിയും ഗാപ്പ് പഞ്ചായത്ത് ചേർന്ന് ഭീഷണി മുഴക്കിയും പരിശോധന കഴിച്ച മാംസത്തിൽ കൃത്രിമം നടത്തിയും തെളിവുകൾ മായ്ച്ചുമെല്ലാം ഏറെ മുമ്പ് തന്നെ ദുർബലപ്പെടുത്തിയ കേസിനെ ഔദ്യോഗികമായും ഇല്ലാതാവുന്നു. ഒരു ജനാധിപത്യ രാജ്യത്തെ നിയമവാഴ്ചയെ എങ്ങനെ അട്ടിമറിക്കാമെന്നതിൻ്റെ ഏറ്റവും ചിട്ടയാർന്ന ഉദാഹരണമായി ഈ കേസിനെ കാണാനാവും. മോദി സർക്കാർ അധികാരമേറ്റ ശേഷം നടന്ന ആദ്യ ആൾക്കൂട്ട കൊലപാതകമായിരുന്നില്ല അഖിലാഖിൻ്റെത്. പക്ഷേ അതൊരു പകർച്ചവ്യാധി പോലെ രാജ്യമൊട്ടക്ക് വ്യാപിച്ചത് അവിടെ മുതലാണ്. ഹാഫിസ് ജുനൈദ്, അലിമുദ്ദീൻ അൻസാരി, പെഹ്ലുഖാൻ എന്നിങ്ങനെ ആൾക്കൂട്ട കൊലയിൽ രക്തസാക്ഷിയായ കുറച്ചാളുകളുടെ പേരുകൾ നമ്മൾ എണ്ണിവെച്ചിരുന്നു. പിന്നെ എണ്ണം തന്നെ നഷ്ടപ്പെടും വിധത്തിലായിരുന്നു 6 കൊലകൾ. മംഗളൂരിനടുത്ത് ഒരു മലയാളി യുവാവിനെ പോലും കള്ളക്കഥ ചമച്ച് സംഘപരിവാർ പ്രവർത്തകർ അടിച്ചു കൊന്നു. മഹാരാഷ്ട്രയിലെ അഹല്യ നഗറിൽ കാലിക്കടത്ത് ആരോപിച്ച് വർഗീയ അക്രമികൾ മർദ്ദിച്ച് അവശനാക്കിയ 17കാരൻ ആൾക്കൂട്ട വിചാരണയിലും സമൂഹ മാധ്യമ അധിക്ഷേപത്തിലും മനംനൊന്ത് ജീവനൊടുക്കിയതാണ് ഈ പരമ്പരയിൽ അവസാനത്തേത്. അഖിലാഖ് കൊലപ്പെട്ടതിന്റെ 3ാം വാർഷികത്തിൽ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഡൽഹിയിൽ സംഘടിപ്പിച്ച പൊതുചടങ്ങിൽ വന്ന് മകൾ ഷായിസ്ത രാജ്യത്തോട് പറഞ്ഞു, എൻ്റെ പിതാവിനെ അവർ എന്നിൽ നിന്ന് തട്ടിയെടുത്തു. എന്നിട്ടും ഞാൻ നിശബ്ദയായി ഇരിക്കണോ? നിങ്ങളും മൗനം പാലിക്കുകയാണോ? 3 വർഷം മുമ്പ് അവർ കൊന്നത് എൻ്റെ അബുവിനെയാണ്. നാളെ അത് ആരെയുമാകാം. മനുഷ്യത്വം നശിച്ചാൽ പിന്നെ ഒന്നും ബാക്കിയുണ്ടാവില്ല. ഞാൻ നീതിയിൽ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പൊരുതാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആൾക്കൂട്ട ആക്രമണങ്ങളെയും കൊലപാതകങ്ങളെയും ആൾക്കൂട്ടത്തിന്റെ ക്രൂരമായ നിയമവാഴ്ച എന്ന് വിശേഷിപ്പിച്ച് അടിയന്തരമായി പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ സുപ്രീം കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഉത്തരവിട്ടിരുന്നതാണ്. എന്നാൽ ഒരു മാറ്റവും ഉണ്ടായില്ല. ചെറു കലാപങ്ങളിലൂടെ ന്യൂനപക്ഷ സമൂഹത്തെ വംശഹത്യാ ഭയപ്പാടിലും കാവ്യകാലാൽപ്പടയെ ആവേശത്തിലും നിർത്തുന്ന ഈ ജനവിരുദ്ധ യുദ്ധമുറ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പോലും ഉപയോഗപ്പെടുത്തുകയാണെന്ന്. രാജ്യത്തിനു വേണ്ടി യൂണിഫോം അണിഞ്ഞ ഒരു വ്യോമ സൈനികന്റെ പിതാവാണ് അഖിലാഖ്. സൈനികന്റെ കുടുംബത്തെ വേട്ടയാടാൻ അനുവദിക്കുന്നില്ലെന്നും ചേർത്ത് പിടിക്കുമെന്നും ദാദ്രി സംഭവം നടന്ന ദിവസങ്ങൾക്കകം തന്നെ വ്യോമസേനയുടെ ഉന്നത മേധാവികൾ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. അവർക്കായി സുരക്ഷിതമായ താമസ സ്ഥലം ഒരുക്കാനും മറ്റും സേന മുന്നിട്ടിറങ്ങുകയും ചെയ്തു. എന്നാൽ നിയമവഴിയിലൂടെ നീതി തേടിപ്പോയ ഒരു കുടുംബം പകൽ വെളിച്ചത്തിൽ വഞ്ചിക്കപ്പെടുന്നത് തടയാൻ ഒരു ഔദ്യോഗിക സംവിധാനവും മുന്നോട്ട് വരുന്നില്ല. അഖിലാഖ് കേസ് തേച്ചുമാച്ച് അടച്ചുപൂട്ടുന്നതിന് പിന്നാലെ സമാനമായ എല്ലാ കേസുകൾക്കും അതേ ഗതി തന്നെ വന്നു ചേരും. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 6 കൊല പോലും മരണമായി തിരുത്തിയെഴുതാൻ ഒരുമ്പെടുന്നവർക്ക് അഖിലാഖിൻ്റെയും ജുനൈദിൻ്റെയും ചരിത്രം മാറ്റിയെഴുതാനുണ്ടോ വൈമനസ്യം? അഖിലാഖ് എന്നൊരാൾ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നിട്ടേയില്ല എന്ന് അവർ വാദിക്കുന്ന കാലവും വിദൂരമല്ല.
നീതി നിഷേധിക്കപ്പെടുന്നത് അഖ്ലാഖ് എന്ന രക്തസാക്ഷിക്കോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ മാത്രമല്ല, നിയമവാഴ്ചയിൽ വിശ്വാസം വെച്ച് പുലർത്തുന്ന ഓരോ ഇന്ത്യക്കാർക്കുമാണ്.